വൻമൃഗശല്യത്തിൻ്റെ ഏറെ ബുദ്ധിമുട്ട് വിഷയങ്ങളുണ്ട്, റോഡ് സൗകര്യമില്ല. അപ്പം അങ്ങനെ ഒരു ആസ്പത്രിയോ ഒരു മനുഷ്യൻ്റെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ആനക്കുളം കൊണ്ടുപോകണം, ചുമന്ന് തന്നെ പോകണം. ഇവിടെ ഇപ്പം അങ്ങനെ ഞങ്ങളുടെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ വളരെ പരിമിതിയാണ്. അപ്പോൾ ഈ കാടുകളിൽ കയറി ഇപ്പം നിലവിലെ കാടുകളിൽ കയറാൻ ഉള്ള അവസ്ഥയല്ല, ആനശല്യം കാരണം കൊണ്ട് കാട്ടിൽ കയറാൻ പറ്റുന്നില്ല. ഉൾക്കാടുകളിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇന്നും അവർക്ക് അവരുടേതായ കാര്യങ്ങൾ മുഴുവനും ചെയ്തു കൊടുക്കാനായിട്ട് സർക്കാരിനോ ഡിപ്പാർട്ട്മെൻറ്റിനോ ഒന്നും സാധിച്ചിട്ടില്ല. ഗ്രീനറി കേരള യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വ്യത്യസ്തമായ ഒരു കരുണയുടെ പാത തേടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ട്രാവൻകൂർ ഹെറിറ്റേജ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ശ്രീ എം പി നാസറിൻ്റെ നേതൃത്വത്തിൽ പശ്ചിമഘട്ട മലനിരകളിൽ താമസിക്കുന്ന ആദിവാസി സഹോദരങ്ങളുടെ ഊരിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അവിടെ കുറച്ചധികം വീടുകളുണ്ട്. അവർക്ക് ഭക്ഷ്യക്കിറ്റ് നൽകുന്നത് സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ കാണുവാനും അവരുടെ ആ പ്രവർത്തനം ഷൂട്ട് ചെയ്യാനും വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് യാത്ര ചെയ്യുന്നത്. നമ്മൾക്ക് ഊരിലേക്ക് പോകാം. സ്നേഹസമ്മാനം യാത്രയുടെ ഭാഗമായി നമ്മൾ തട്ടേക്കാട് എത്തിയിരിക്കുന്നു. തട്ടേക്കാട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പഴയ ജങ്കാർ ജെട്ടിയിലാണ്. നിങ്ങൾക്ക് കാണാം, കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തട്ടേക്കാട് പുതിയ പാലമാണ്. പാലം വന്നതിന് ശേഷമാണ് ജങ്കാർ ഉപയോഗിക്കാത്തത്. അതിനു മുന്നേ ആയിരക്കണക്കിന് ആളുകളും ആദിവാസികളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടത് ഈ ജങ്കാർ ജെട്ടിയാണ്. ബസ്, ലോറികൾ, മറ്റെല്ലാ വാഹനങ്ങളും ഇവിടെ വന്ന് ജങ്കാറിൽ കയറ്റി ആളുകളെ കൂട്ടി അപ്പുറത്ത് പോയതിനു ശേഷമാണ് പൂയംകുട്ടി വനമേഖലയിലൊക്കെ യാത്ര. ഇവിടെ വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് വേദനാജനകമായ ഒരു ഓർമ്മയാണ്. ഒരു ബോട്ടപകടം, കുറച്ച് കുഞ്ഞുങ്ങൾ ഇവിടെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അവരെക്കുറിച്ച് ഓർക്കാം. ഈ വളരെ പ്രശാന്ത സുന്ദരമായ സ്ഥലമാണ്. തൊട്ടപ്പുറത്താണ് തട്ടേക്കാട് പക്ഷി. നമ്മുടെ യാത്ര ദുർഘടമായ വഴിയിലേക്കാണെന്ന് തോന്നുന്നു. ആനപ്പിണ്ടമൊക്കെ ഉണ്ട്. തൊട്ടപ്പുറത്ത് ആനയുടെ സൗണ്ടൊക്കെ കേൾക്കുന്ന കൂടെ വന്ന ആളുകൾ പറയുന്നുണ്ട്, എന്തൊക്കെയോ ഞെരിയുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ അടുത്തെങ്കിലും ജലസ്രോതസ്സില്ല വെള്ളം കുടിക്കാൻ. നമുക്ക് പറ്റുന്നില്ല. എവിടെ നിന്നാണ് ഇവരൊക്കെ വെള്ളം കുടിക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ. ആളുകളുടെ കയ്യേറ്റവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പ്രശ്നമാണ്. നമ്മളെ വനഭൂമി കയ്യേറിയതാണ് ഈ മൃഗങ്ങൾ മനുഷ്യരെ ആക്രമിക്കാൻ കാരണമെന്നാണ് ആദിവാസികൾ പറയുന്നത്. അവരുടെ ആവാസ സ്ഥലത്ത് നമ്മൾ കയറി കൂടുകയും അവർ ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് അവർ ഉപദ്രവകാരികളല്ല. കാരണം നൂറ്റാണ്ടുകളായിട്ട് വനമേഖലയിൽ താമസിക്കുന്ന ആദിവാസികൾക്ക് ഒരു ശല്യം അവർ ചെയ്യാറില്ല. ആദിവാസികളുടെ പേരും പറഞ്ഞ് 10-15 സെൻറ്റ് സ്ഥലം വാങ്ങുകയും 10-15 വർഷം കൊണ്ട് ഏക്കർ കണക്കിന് ഭൂമി കയ്യേറുകയും ചെയ്തതിന് ശേഷം ഞങ്ങൾ കർഷകരാണെന്ന് പറയുന്ന ആളുകളുണ്ട് ഇവിടെ. സാധാരണ കർഷകർക്ക് ഉപദ്രവമായിട്ട് അത് പുറമേയുള്ള ആളുകളാണ് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ പണിയുന്നതിന് വേണ്ടിയിട്ട് അവരെ ചൂഷണം ചെയ്യുകയാണ് സാധാരണ കർഷകരെ. സത്യം പറഞ്ഞാൽ ആനപ്പിണ്ടമൊക്കെ ഉണ്ട്, ആനച്ചൂരുണ്ട്, അടുത്ത പരിസരത്തോടെ ആന ഉണ്ടെന്നാണ് കൂടെയുള്ള ആളുകൾ പറയുന്നത്. കാരുണ്യസ്പർശം സ്നേഹസമ്മാനത്തിൻ്റെ യാത്ര നമ്മൾ കുട്ടമ്പുഴ ഒരു ആദിവാസി ഊരിലെത്തിയിരിക്കുകയാണ്. ഇപ്പം എൻ്റെ അടുത്ത് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ഊരുമൂപ്പൻ ചന്ദ്രൻ കുട്ടൻ ഗോപാലനാണ്. അദ്ദേഹത്തിന് നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാം. കാരണം പലതരം പ്രോഗ്രാം ഇവിടെ നടക്കാറുണ്ട് ചെറുതായിട്ടൊക്കെ. ഈ ഊരിലെ 10-70 വീട്ടുകാരുണ്ട്. അദ്ദേഹമാണ് മൂപ്പൻ. വേറെ എൻ്റെ സഹോദരങ്ങൾ നമ്മുടെ സഹായത്തിന് നമ്മുടെ സഹോദരങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് മൂപ്പനോട് ചോദിക്കാം. മൂപ്പൻ നമസ്കാരം. ഇത് ഞങ്ങളൊരു സമ്മാന പദ്ധതിയായിട്ട് വന്നതാണ് ഇവിടെ. ഇതിനു മുമ്പ് മൂപ്പനായിട്ട് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും രീതികളും? ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ 2 ഏക്കർ സ്ഥലം വീതം 2018 സർക്കാർ അളന്നിരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് ഞങ്ങളിപ്പോൾ ഓരോരുത്തരും കൊടുത്തേക്കുന്ന 2 ഏക്കറിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ഷെഡ് വെച്ച് താമസിക്കുന്നത്. അതിപ്പോൾ ഗവൺമെൻറ് സഹായത്തോടു കൂടി ഞങ്ങൾക്ക് വീടുകൾ പണിത് വരുന്നു. അതിൻ്റെ വീടുകളുടെ പണിയൊന്നും പൂർത്തിയാക്കില്ല. ഈ വീടിൻ്റെ പണി പൂർത്തിയാക്കണമെങ്കിൽ ചിലപ്പോൾ ഈ ഒരു മഴക്കാലം കൂടിയൊക്കെ ആയിട്ട് വീടിൻ്റെ പണി പൂർത്തിയായിരിക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഈ 2 ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് പ്ലാന്റേഷൻ ഏരിയയാണ്. ശരിയാണ്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് കൃഷിയൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്.
അപ്പോൾ കൃഷി എന്തെങ്കിലും ചെയ്തെങ്കിലാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാവുകയുള്ളൂ. മാത്രമല്ല ഈ കൂലിപ്പണിക്ക് പോയെങ്കിലാണ് പിന്നെ ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുള്ളൂ. കൂലിപ്പണിയും ഇവിടെ വളരെ കുറവായിട്ടുള്ള ഒരു ഏരിയയാണ്. അതുപോലെ തന്നെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഓരോ സീസണിലും ഓരോ സാധനങ്ങളാണ് കിട്ടുന്നത്. കുറുന്തോട്ടി, അതുപോലെ തന്നെ ഇഞ്ച, തേന്, ഇതുപോലുള്ള അതിനൊക്കെ ഓരോ സമയമുണ്ട്, ഓരോ സീസണിലാണ് അത് കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും തന്നെ അത് കിട്ടത്തുമില്ല. അപ്പൊ അങ്ങനെ ഒരു വളരെ പരിതാപകരമായിട്ടുള്ള ഒരു ജീവിതമാണ് ഞങ്ങളുടെ ഈ പന്തപ്ര നിലവിൽ ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾക്ക് ഈ കിറ്റ് കൊണ്ടു തരുന്നത് ഞങ്ങൾക്ക് അധികം സന്തോഷമുണ്ട്. കാരണം എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഈ പണിക്കൊന്നും പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഈ കോവിഡ് കാലത്ത് വളരെ ദയനീയ ഒരു അവസ്ഥയിലാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓരോ കുടുംബത്തിനും ഉപകാരപ്രദമായിരിക്കും. സ്ത്രീകൾ തന്നെ ജീവിക്കുന്ന വീടുകളുണ്ട്, അതുപോലെ തന്നെ ഈ പ്രായമുള്ള ആളുകൾ ജീവിക്കുന്ന വീടുകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം കൂലിപ്പണിക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഇതിനൊക്കെ പോകാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇത് കിട്ടിക്കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷമായിരിക്കും. അപ്പോൾ ഇത് കൊണ്ടുവന്ന് കൊടുക്കുന്ന സൊസൈറ്റിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കാരുണ്യ സ്പർശം സ്നേഹ സമ്മാന പദ്ധതിയുടെ അതിഥിയായിട്ട് നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇരിക്കുന്നത് ലോക പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞൻ ഡോക്ടർ സൂരൻ സാറാണ്. അതുകൂടെ പക്ഷി നിരീക്ഷകനാണ് അദ്ദേഹത്തോട് ഇതിന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. സാറേ നമസ്കാരം. ഗ്രീനറി ചാനലാണ്. ഇവിടെ ട്രാവൻകൂർ നേച്ചർ സൊസൈറ്റിയുടെ പ്രസിഡന്റ് MP നാസറിന്റെ ക്ഷണപ്രകാരമാണ് സാർ ഇവിടെ എത്തിയെന്ന് അറിയാം. ഇതിപ്പോ ഈ കോളനിക്ക് നമ്മളൊരു 10-75 ആളുകൾക്ക് നമ്മളുടെ ഒരു സ്നേഹ സമ്മാനം ഇവിടെ സൊസൈറ്റി കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് സാറിന്റെ അഭിപ്രായം, അതുകൂടാതെ ഈ പ്രോട്ടോകോൾ അല്ലെങ്കിൽ കൊറോണ സമയത്ത് പ്രോട്ടോകോളിൽ പാലിച്ച് സാറിവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. എന്നാലും ഞങ്ങളുടെ ചാനലിന് വേണ്ടി സാർ 2 വാക്ക് അതിനെക്കുറിച്ച് പറയുക. നാസറിക്ക പറഞ്ഞ പ്രകാരമാണ് ഞാനിവിടെ വന്നത്. എന്താണെന്ന് വെച്ചാൽ ഏതാനും ദിവസങ്ങൾ മുമ്പ് എൻ്റെ അടുത്ത് ഇതേമാതിരി ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഇതേമാതിരി കുറേ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, പ്രത്യേകിച്ച് ആദിവാസി മേഖലകളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, ഈ പന്തപ്ര കോളനി ആൾക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വളരെ ബുദ്ധിമുട്ടി ഉൾക്കാടുകളിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇന്നും അവർക്ക് അവരുടേതായ കാര്യങ്ങൾ മുഴുവനും ചെയ്തു കൊടുക്കാനായിട്ട് സർക്കാരിനോ ഡിപ്പാർട്ട്മെൻറ്റിനോ ഒന്നും സാധിച്ചിട്ടില്ല. അവർ വളരെ ബുദ്ധിമുട്ടിലാണ് ഇവിടെ കഴിയുന്നത്. എന്തെന്ന് വെച്ചാൽ അവരുടെ പല പ്രോഗ്രാമുകൾക്കും ഞാൻ പങ്കെടുക്കുകയും അവരെ നേരിട്ട് അറിയുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വിഭാഗം ആൾക്കാർക്ക്, കഷ്ടപ്പെടുന്നവർക്ക് ഈ കൊറോണ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ട് നിന്ന് അവർക്ക് ഒഴിവാകാനായിട്ട് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കുന്നു ഞാൻ നാസറിൻ്റെ അടുത്തൊന്ന് പറഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിലാണ് അദ്ദേഹം കുറേ കിറ്റുകൾ, സാധനങ്ങൾ അടങ്ങുന്ന കുറേ കിറ്റുകളുമായിട്ട് വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ റിപ്പബ്ലിക് ഡേയുടെ അന്ന് 26-ാം തീയതി നമുക്ക് അതൊന്ന് റിലീസ് ചെയ്യണം, ഏതാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തിരക്കുകളുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ വരാം, നമുക്ക് റിലീസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അവർക്ക് ചെറിയൊരു സഹായമായിട്ടത് ഇരിക്കട്ടെ എന്നുള്ളൊരു നല്ല കാര്യം ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഗ്രീൻ പീപ്പിൾ ആൾക്കാർ, ഗ്രീനറി ആൾക്കാരോട്. തന്നെയുമല്ല, തുടർന്നും ഇനി നമ്മുടെ ആദിവാസി മേഖലകളിൽ കൂടുതൽ ആൾക്കാരുണ്ട് ഉള്ളിൽ. ഇതിലും കൂടുതൽ കഷ്ടം അനുഭവിക്കുന്നവരുണ്ട്. ഇത്രയും സൗകര്യങ്ങളില്ലാണ്ട് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അവിടെയെല്ലാം നമ്മൾ കുറച്ചുകൂടി സൗകര്യപ്രദമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. അതിന് വനം വകുപ്പും സർക്കാരും പഞ്ചായത്തും സഹകരിക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി ഞാൻ പറയുന്നു. ഈ ഏതെങ്കിലും ഒരാളൊരു സഹായം ചെയ്യാമെന്ന് പറഞ്ഞു വരുമ്പോൾ അതിനെന്തെങ്കിലും യുക്തി പറഞ്ഞ് തടസ്സമിടുന്നത് നല്ലതല്ല എന്നുള്ളൊരു അഭിപ്രായം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. എന്തായാലും ഈ കാര്യങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേരുന്നു, എൻ്റെ ഭാവുകങ്ങളും നേരുന്നു. നമസ്കാരം, നന്ദി. നമ്മൾ ഈ സ്നേഹ സമ്മാനത്തിൻ്റെ പ്രോഗ്രാമായിട്ട് ഇവിടെ വന്നപ്പോൾ ഈ ഊരിലെ കാണിക്കാരൻ, കണ്ണെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്,
വളരെ പരിതാപകരമാണ് ഓരോ കുടിലിൻ്റെയും അവസ്ഥ. വളരെ പരിതാപകരം. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൃഷിയുണ്ട്. കസ്തൂരി മഞ്ഞളാണ് ഒറിജിനൽ ഇത്. നമ്മൾ പുറമെ കിട്ടുന്ന കസ്തൂരി മഞ്ഞൾ ഇതാണെന്ന് നമുക്കറിയാമുള്ള കസ്തൂരി മഞ്ഞൾ പ്രത്യേകത ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിനോട് 2 വാക്ക് നമുക്ക് ചോദിക്കാം. അദ്ദേഹത്തിൻ്റെ കാർഷിക വൃത്തിയാണ് ഇവരുടെ. ചേട്ടാ, കസ്തൂരി മഞ്ഞൾ എങ്ങനെയാണ് നിങ്ങളിത് നടുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ വിപണനം? എവിടെയാണ് നിങ്ങൾ കൊടുക്കുന്നത്? ഇത് വിപണനം ഇവിടെ ഫോറസ്റ്റിൽ BSS സൊസൈറ്റി ഉണ്ട്. അപ്പോൾ ഈ സൊസൈറ്റിയിലാണ് ഞങ്ങളിത് കൊടുക്കുന്നത്. ഉണങ്ങി വെട്ടി ഉണങ്ങിയാണ് കൊടുക്കുന്നത്. ഇത് പിന്നെ ഇപ്പം നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാട്ടിൽ പോയി ഇതെടുക്കുമായിരുന്നു. അതിൻ്റെ പിന്നെ ഒരു 2 വർഷക്കാലം അങ്ങനെ പോയി എടുത്തു. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ വിത്ത് കൊണ്ടുവന്ന് ഇവിടെ പറമ്പിൽ ഇപ്പോൾ ഈ സ്ഥലത്ത് നട്ട് ഇപ്പോൾ എല്ലാവർക്കും തന്നെ ഉണ്ട് ഇത്. അപ്പോൾ അങ്ങനെ 2 വർഷം കൂടുമ്പോൾ ഇത് പറിക്കും. 2 വർഷം കൂടുമ്പോൾ വിളവെടുപ്പ്. പിന്നെ 1-ാം വർഷം എടുക്കാം നമുക്ക്. അന്നേരം ഇത്ര വലിപ്പം ഉണ്ടാകില്ല, ചെറുതായിരിക്കുമേ. അപ്പോൾ 2 വർഷം കഴിയുവാണെങ്കിൽ നമുക്ക് വലിപ്പം ഉണ്ട്. ഏകദേശം അപ്പോൾ ഇത് നമുക്ക് ഏകദേശം എത്രയൊക്കെ കാണുക? 2 വർഷം നമ്മൾ പറിക്കുമ്പോൾ ഏകദേശം എത്ര കിലോ കാണും നമ്മൾക്ക്? അത് കൂടിപ്പോയാൽ ചിലപ്പോൾ ഒരു 50 കിലോ 50 കിലോ 50 കിലോ അല്ലെ ഒരു 70 കിലോ ഒക്കെ കിട്ടും. കാരണം ഇതെന്ന് പറഞ്ഞാൽ വെള്ളമായതേ. ഉണങ്ങി കഴിയുമ്പോൾ പിന്നെ ഒന്നുമില്ല. ഉണങ്ങി കഴിയുമ്പോൾ ഇതൊന്നുമില്ല. നമ്മളൊരു 50 കിലോ ഒക്കെ പച്ച ഇത് വെട്ടി അരിഞ്ഞെങ്കിൽ നമുക്ക് ഒരു 15 കിലോ കിട്ടുള്ളൂ. ഓക്കെ കിട്ടുള്ളൂ. 15-20 കിലോ കൂടിപ്പോയി 20 കിലോ. ഒരു കിലോയ്ക്ക് എത്ര രൂപ സൊസൈറ്റി തരും നമുക്ക്? 75 രൂപ. 75 രൂപ ആണ്. മുതലായിട്ടല്ല, വെറുതെ നമ്മളൊരു പണി നല്ല രീതി മാത്രമേ ഉള്ളൂ. കഷ്ടപ്പാടും ചരണ്ടലും ഉണക്കലും കൂടി കിട്ടപ്പോരില്ല, ഒന്നും കിട്ടപ്പോരില്ല. പിന്നെ മറ്റു മാർഗമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇത് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു മൂപ്പനോട് പറഞ്ഞിരുന്ന കാരണം എല്ലാ വീട്ടിലൊന്നും കയറാൻ സാധിക്കില്ല ഇവിടെ. എന്നാലും കുറച്ച് വീടുകളിൽ കയറിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരാൻ പറ്റിയുള്ള സന്തോഷമുണ്ട്. മൂപ്പനും മറ്റു സഹോദരങ്ങളുണ്ട്. ഇത് ട്രാവൻകൂർ ഹെറ്റേഴ്സ് സൊസൈറ്റി ഉണ്ട്. അതിൻ്റെ ഒരു പ്രസിഡന്റ് MB നാസറാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. കാരുണ്യസ്പർശം സ്നേഹസമ്മാനത്തിൻ്റെ ഭാഗമായി നമ്മളിവിടെ ഊരിലെത്തി ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ BSSൻ്റെ സെക്രട്ടറി ശ്രീ വിജയനുണ്ട്. ഈ ഊരിൻ്റെ BSS അല്ലേ? BSS എന്ന് വെച്ചാൽ ഫുൾ ഫോം എന്താണ്? വനസംരക്ഷണ. അപ്പോൾ എന്താണ് ഈ ഇവിടുത്തെ നിങ്ങളുടെ ജീവിത സാഹചര്യത്തെക്കുറിച്ച് ഒരു ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ആളെന്നുള്ള താങ്കളുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇവിടെ ഇപ്പം അങ്ങനെ ഞങ്ങളുടെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ വളരെ പരിമിതിയാണ്. അപ്പോൾ ഈ കാടുകളിൽ കയറി ഇപ്പം നിലവിലെ കാടുകളിൽ കയറാൻ ഉള്ള അവസ്ഥയല്ല. ആനശല്യം കാരണം കൊണ്ട് കാട്ടിൽ കയറാൻ പറ്റുന്നില്ല. പിന്നെ ഉള്ള സാധനങ്ങൾ ഇവിടുത്തെ തന്നെ കൊത്തിപ്പറിച്ച് അങ്ങനെ BSSന് കൊടുത്ത് അതേ കിട്ടുന്ന വരുമാനം എടുത്താണ് ഉപജീവനം. തുച്ഛമായ വരുമാനമാണ് കിട്ടുന്നത്. അപ്പോൾ അതെടുത്തിട്ടാണ് ഉപജീവനം ഞങ്ങളിപ്പോൾ നിലവിൽ കഴിഞ്ഞുകൊണ്ട് പോകുന്നത്. ഈ ഊരിലെ വയസ്സായ ഒരാളാണ്, കൃഷ്ണൻമണി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിന് 2 വാക്ക് സംസാരിക്കാറുണ്ടെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ചേട്ടൻ്റെ അവസ്ഥയൊക്കെ ഒന്ന് പറയാം. ഞങ്ങളിവിടെ വന്നത് പൊയ്യൻകുട്ടിയാണ്. ഞങ്ങൾ വാരിയൻകുടിയിലാണ് താമസിച്ചിരുന്നത്. അവിടെ ഇതുപോലെ ഞങ്ങൾക്ക് പറമ്പും എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷേ വൻമൃഗശല്യത്തിൻ്റെ ഏറെ ബുദ്ധിമുട്ട് വിഷയങ്ങളുണ്ട്. റോഡ് സൗകര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു ആസ്പത്രിയോ ഒരു മനുഷ്യൻ്റെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ആനക്കുളം കൊണ്ടുപോകണം. ചുമന്ന് തന്നെ പോകണം. ഈ കല്ലേമേട് കുഞ്ചിപ്പാറ മ്ലാവൻ വരണമെങ്കിൽ ചുമന്ന് തന്നെ പോകണം. അതിൻ്റെ ഇടയ്ക്ക് വന മുഖാന്തരമാണ്. ഞങ്ങൾ വളരെയേറെ കഷ്ടപ്പെട്ടു ശേഷമാണ് ഞങ്ങൾ പൂയൻകുട്ടി വന്നത്. ഞങ്ങൾ ബഹുമാനപ്പെട്ട കാമാറ്റി തങ്കപ്പൻ, അതാണ് ഞങ്ങളുടെ മുൻ ഒരു കാണിക്കാരൻ. ആ പുള്ളി ഒരു മൂപ്പനും ജനപ്രതിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപാട് ദാഹം കഴിച്ചിട്ടുണ്ട്. ഒത്തിരി ദാഹം ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. എന്നിട്ടും ആ മനുഷ്യന് ഇന്ന് വരെ ഇവിടെ ഞങ്ങൾക്ക് വന്ന് 2 ഏക്കർ സ്ഥലം കാര്യം ഗവൺമെൻറ് തന്നെങ്കിലും തന്നെ അതിൻ്റെ അകത്ത് ഞങ്ങൾക്കിപ്പോൾ ഒരു വാഴയോ ഒരു കാച്ചിലോ മറ്റൊരു സാധനങ്ങൾ കുഴിച്ച് വെച്ചാലും ഇത് ഉണങ്ങി പോവുകയാണ്. രണ്ടാമത് ഞങ്ങൾക്ക് സാമ്പത്തിക നിലയിൽ ഇവിടെ പാറ ഉണ്ടല്ലോ ചേട്ടാ, കണ്ടമാനം പാറകളുണ്ട്. ഇങ്ങനെയുള്ളൊരു വെട്ടുകല്ലുകളാണ്. അപ്പം അങ്ങനെ ആ അദ്ദേഹത്തിന് അതുപോലെ ഒരു കുടിൽ കിടക്കാനുള്ളൊരു സാഹചര്യങ്ങൾ ഇല്ലായിരുന്നു. പുള്ളി അന്തരിച്ചു. അതാണ് ആദ്യത്തെ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട കാമാക്ഷി തങ്കപ്പൻ കാണിക്കാറ് ഒരു മൂപ്പനുമായിട്ട്. ഇപ്പോഴും സാധനം ഞങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടിയാണ്. ഇത് സർക്കാർ ഫോറസ്റ്റ് ഏരിയ ആണ് ഇത് ഞങ്ങൾക്കിപ്പോൾ തന്നേക്കുന്നത്.
ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഇവിടെ കൊണ്ട് ഉത്ഭവിച്ചിട്ട് ബഹുമാനപ്പെട്ട നടരാജൻ സാറാണ് ഞങ്ങൾക്ക് അവിടെ പൂയംകുട്ടി താമസിച്ചിരുന്നപ്പോൾ ഈ തേക്കൻ പ്ലാന്റ് അവിടെ 2-3 പ്രാവശ്യം ഞങ്ങളുടെ പൂയംകുട്ടി ഞങ്ങൾ പാലത്തിൻ്റെ മുകളിൽ തോട്ടിൻ്റെ ഈടിൽ കിടക്കുമ്പോൾ അവർ വന്ന ശേഷം അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ തേക്കൻ പ്ലാന്റേഷനുകൾ തന്നെങ്കിലും തന്നെ ഒരു പ്രയോജനമില്ല. ഒരു പ്രയോജനം ഉണ്ട്. മറുപസൽ സാധനം പ്രയോജനമുണ്ടെന്ന് പറയാം. അങ്ങനെ ഒരു 10 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് കിട്ടി. അതൊരു പ്രയോജനമാണ്, വീട് വയ്ക്കാൻ വേണ്ടി മാത്രം. പക്ഷെ അതല്ലാതെ 15 സെൻറ്റ് അവർ വീട് തൽക്കാലത്തേക്ക് വയ്ക്കാൻ ഞങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല. അപ്പോൾ എഴുതി സാറ് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒപ്പിട്ട് തരികയും ചെയ്യും. ഈ സത്യത്തിലേക്ക് ഈ 2 ഏക്കറിൻ്റെ സ്ഥലം തേക്കും പാഴുമരം കംപ്ലീറ്റ് വെട്ടി ശേഷം ഞങ്ങൾക്ക് തരേണ്ടതാണ്, കൃഷി ആക്കി തരേണ്ടതാണ്. അത് 15 സെൻറ്റ് സ്ഥലം ഇപ്പം തൽക്കാലത്തേക്ക് വീട് വയ്ക്കാൻ മാത്രം എന്നും പറഞ്ഞാൽ ഞങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല. അങ്ങനെ ഇപ്പം ഞങ്ങൾ ഒപ്പിട്ട് കൊടുത്തു. ബാക്കി 1 ഏക്കർ 85 സെൻറ്റ് സ്ഥലം കൃഷിയോഗ്യമല്ല. ഇതുപോലെ തന്നെ 15 സെൻറ്റ് വീട് വയ്ക്കുന്ന രീതി തന്നെ ആക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയും ജീവിക്കാൻ പറ്റും. ഇപ്പം അതുപോലെ ഞങ്ങൾക്ക് എഴുതി ഒപ്പിടാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഞങ്ങളുടെ കാരണമായിട്ട് കാലഘട്ടം ഞങ്ങൾക്ക് എന്നെപ്പോലുള്ളവർക്ക് ഒരു വിദ്യാഭ്യാസം തരാതെ ഒരു സ്റ്റേജ് വന്നു. അന്നത്തെ കാലങ്ങൾ അങ്ങനെയായിരുന്നു. മക്കളൊക്കെ പഠിക്കുന്നുണ്ട്, എല്ലാം പഠിച്ചു, ഹോസ്റ്റലിലൊക്കെ എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ ഞങ്ങൾ കുറച്ചൊക്കെ ഞങ്ങളുടെ പിള്ളേർ കുട്ടികളൊക്കെ ഞങ്ങൾ സകല വിദ്യാഭ്യാസത്തിൻ്റെ ചോട്ടിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങളുടെ ഈ അവസ്ഥയിൽ ഈ ട്രാവൻകൂർ ഹെറ്റർ സൊസൈറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. പുറമേ നിന്നൊന്നും ഇതും ഇല്ലാന്നാണ് അവർ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ചെറിയ സമ്മാനമായിട്ട് വന്നത് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. കുറച്ച് ദിവസത്തേക്കുള്ള ഭക്ഷണ സാധനം ഉണ്ട്. ആയിക്കോട്ടെ, സന്തോഷം. കാണാനും പരിചയപ്പെടാനും ഒക്കെ സാധിച്ചു, വളരെ സന്തോഷം. ട്രാവൻകൂർ ഹെറ്റർ സൊസൈറ്റിയുടെ വാട്സാപ്പ് കൂട്ടായ്മ കാരുണ്യ സ്പർശന സ്നേഹ സമ്മാനം എന്ന പ്രോഗ്രാമിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഏകദേശം ഊരിലെ 10-75 കുടുംബങ്ങളിൽ ശ്രീ പ്രസിഡന്റ് എം പി നാസറിൻ്റെ നേതൃത്വത്തിൽ കിറ്റ് വിതരണം ചെയ്തു. അതുകൂടാതെ ബോധ്യപ്പെട്ട ചില കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം കൂടി സൊസൈറ്റി ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് പ്രഷർ നോക്കാനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ ഉടൻ തന്നെ 2 ദിവസം 2-3 ദിവസത്തിനുള്ളിൽ വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ പരിതാപകരമാണ് അവരുടെ അവസ്ഥ, വളരെ പരിതാപകര അവസ്ഥയാണ്. അത്രമാത്രം പ്രശ്നത്തിലാണ്. എന്തായാലും ട്രാവൻകൂർ ഹെറ്റർ സൊസൈറ്റിയുടെ ഈ ഉദ്യമത്തിൽ പങ്കെടുത്ത എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്കും ആദ്യമായി നന്ദി പറയുകയാണ്. കാരണം വെച്ചാൽ വലിയ പുണ്യപ്രവൃത്തിയാണ്. കാരണം നാട്ടിലുള്ള നമ്മൾക്കൊന്നും ഒരു വിശപ്പിൻ്റെ വില അറിഞ്ഞുകൂടാ. നമ്മളിവിടെ വന്ന് കണ്ട് കുറച്ചധികം മണിക്കൂറിൽ അവരോടുകൂടി നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട്. അവരുടെ താമസം, അവരുടെ ഭക്ഷണം, അവരുടെ മൃഗങ്ങൾ, അതായത് നമ്മൾ ഒരു ബിസ്ക്കറ്റ് കൊടുക്കുമ്പോൾ ആ മൃഗങ്ങളുടെ ഒരു സന്തോഷം നമ്മൾ കാണുന്നതാണ്. നമ്മളൊക്കെ എത്രയൊക്കെ സൗകര്യങ്ങളിലാണ് നമ്മൾ കഴിയുന്നത്. വളരെ വേദനാജനകമായ ഒരു അന്തരീക്ഷമാണ്. കാര്യം 2 ഏക്കർ സ്ഥലം ഗവൺമെൻറ് അവർക്ക് കൊടുത്തിട്ടുണ്ട്, പട്ടയം കൊടുത്തിട്ടില്ല, കൈവശമാണ് കൊടുത്തിട്ടുള്ളൂ. വളരെ ഒരു 15 സെൻറ്റ് സ്ഥലം അവർക്ക് വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. 90% പാറയും മട്ടിക്കല്ലുകളും മാത്രമാണ്. ഒരു മുളകിൻ്റെ തൈ പോലെ കാച്ചിൽ ഇതൊന്നും അവർക്ക് നട്ട് അതിൽ നിന്നൊരു വരുമാനം കിട്ടത്തക്ക രീതിയിലല്ല. കാരണം വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെല്ലാം കണ്ട എത്രയും പെട്ടെന്ന് മനുഷ്യത്വപരമായി, നിയമപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട, മനുഷ്യത്വപരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നത് നിങ്ങൾ ചെയ്തു കൊടുക്കുക. കാരണം നമ്മൾക്കും കുഞ്ഞുങ്ങളും നമ്മളും കുടുംബമായിട്ട് താമസിക്കുന്നതാണ്. നമ്മുടെ സൗകര്യങ്ങൾ വേണ്ട. കാരണം അവരും ഈ ലോകത്തിൻ്റെ കാടിൻ്റെ അവകാശികൾ. അവരാണ് ആദ്യം മനുഷ്യർ ശരിക്കും നമ്മുടെ ലോകത്തിൻ്റെ. പക്ഷേ ട്രാവൻകൂർ ഹെറ്റർ സൊസൈറ്റിയുടെ മെമ്പർമാർക്കും ഇതിന് മുൻപന്തിൽ നിന്ന ശ്രീ എം പി നാസറിനും ഈ സമയത്ത് വളരെയേറെ നന്ദി നമ്മൾ രേഖപ്പെടുത്തണം. കാരണം ഇത് നിങ്ങൾ പുതിയ പുതിയ മേഖലയിലേക്ക് വ്യാപിക്കുക. ഈ അടുത്ത ആഴ്ച തെരുവോരങ്ങളിൽ താമസിക്കുന്ന, അല്ലെങ്കിൽ തെരുവോരം താമസിക്കുന്ന പറയാൻ പറ്റില്ല, തെരുവോരങ്ങളിൽ അലയുന്ന ഒരു 100 ആളുകൾക്ക് ഭക്ഷണവും മൃഗങ്ങൾക്ക് ഭക്ഷണവും കൂട്ടിയിട്ട് സൊസൈറ്റി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ സമയത്തും ഗ്രീനറി ചാനലിനെ വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ പോകണമെന്ന് താല്പര്യമുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.